arithmetic progression. So arithmetic progression. What is arithmetic progression? എന്താണ് arithmetic progression അഥവാ AP? It is a sequence of numbers where the difference between any two consecutive terms is always constant. നമുക്ക് പിന്നെ കിടക്കാം. Let's see these numbers. ഇവിടെ കുറച്ച് numbers ആണ്, or number sequences or patterns. 5 patterns കൊടുത്തിട്ടുണ്ട്. And there is something common among these patterns. എന്താണ് ഈ പാറ്റേൺസിൽ കോമൺ ആയിട്ടുള്ളത് നോക്കാം. You can pause and try for yourself. Let's take the first example. 1, 2, 3 and 4. 1 plus 1 is 2. 2 plus 1 is 3. 3 plus 1 is 4. So ഓരോ ടേമിലും നമ്മൾ 1 ഡിജിറ്റിനെ ആഡ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസിൽ നടക്കുന്നത്. ഇനി സെക്കൻഡ് കേസ് 100 and 70. What is the relation? 100 minus 30 or plus negative 30 is 70. 70 plus negative 30 is 40. 40 plus negative 30 is 10. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡിങ് നെഗറ്റീവ് 30 ടു ഈച്ച് ടേം. ഓരോ ടേമിലും നമ്മൾ ആഡിങ് നെഗറ്റീവ് 30. Now അടുത്ത എക്സാമ്പിൾ എടുക്കാം. negative 3 negative 2. negative 3 plus 1 is negative 2. negative 2 plus 1 is negative 1. negative 1 plus 1 is 0. Adding positive 1. Next example 3 3 3 3. So we are adding 0 plus 0 plus 0 plus 0 plus 0. Okay. Next negative 1 negative 1.5. So negative 1.0, negative 1 plus negative 0.5 is equal to negative 1.5. Right? So we are adding negative 0.5. Okay. Negative 1 plus negative 0.5, we are getting negative 1.5. Negative 1.5 plus negative 0.5, we are getting negative 2.0. Negative 2.0 plus negative 0.5, we will get negative 2.5. So we are adding negative 0.5. So ഇതിൽ 5 എക്സാമ്പിൾസ് എടുത്താലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നത് എന്താണ്? We are adding a constant. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കേസസിലും സെയിം ആയിരിക്കുന്ന യൂണിഫോം നമ്പർ. അപ്പോൾ വി ആർ ആഡിങ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ 1 2 3 4 5. 1 2 3 4 5. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ഏതാണ്? 1. റൈറ്റ്? 1 2 രണ്ടിലും നമ്മൾ എന്ത് തന്നെയാണ്? അതേ കോൺസ്റ്റന്റ്. അവർ കോൺസ്റ്റന്റ് ഹിയർ ഇസ് 1. അതേ കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് 3 കിട്ടി. 3ലും നമ്മൾ അതേ കോൺസ്റ്റന്റ് 1 ആഡ് ചെയ്ത് 4 കിട്ടി. 4ലും അതേ കോൺസ്റ്റന്റ് 1 ആഡ് ചെയ്ത് 5 കിട്ടി. റൈറ്റ്? സോ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പർ ഓർ പാറ്റേൺ ഓഫ് നമ്പേഴ്സ് വേർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കൺസിക്യൂട്ടീവ് ടേംസ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ്. ഇതിൽ ഫസ്റ്റ് കേസ് 1 2 3 4 5. സോ ഇതിൽ 2 3 4 5 അതില് 2 കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കാം. നമ്മൾ ടേം എന്ന് പറയുന്നത് ഇപ്പോൾ 1 2 3 4 5 എടുക്കുമ്പോൾ ഈച്ച് നമ്പർ ഇസ് എ ടേം. 1 ഒരു ടേമാണ്, 2 ഒരു ടേമാണ്, 3 ഒരു ടേമാണ്, 4 5 ആൻഡ് സോ ഓൺ. ഓരോന്നും ഓരോ ടേംസ് ആണ്. അപ്പോൾ ഈച്ച് ടേം കൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തടുത്ത് വരുന്ന ടേംസ്. 2ഉം 1ഉം അടുത്തടുത്ത് വരുന്ന ടേംസ് ആണ്. ഇവരുടെ ഡിഫറൻസ് നോക്കണം. ഓക്കെ, 2ന്റെയും 1ന്റെയും ഡിഫറൻസ്. 2ന്റെയും 1ന്റെയും ഡിഫറൻസ് എത്രയാണ്? 2 minus 1 equal to 1. റൈറ്റ്? ഇനി അടുത്ത 2 കോൺസിക്യൂട്ടീവ് ടേം എടുക്കൂ. 4ഉം 3ഉം. 4 minus 3 എത്രയാണ്?
1. ഇനി അടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് ടേം എടുക്കൂ. 5ഉം 4ഉം. 5 മൈനസ് 4 എത്രയാണ്? അഗെയിൻ 1. അപ്പം ഇവിടെ നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടേംസ്. നമ്മളിപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തു, അടുത്തടുത്ത് വരുന്ന 3 ടേമുകൾ എടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് ഒരു നമ്പറാണ്, അതായത് ഒരേ നമ്പറാണ്, അതായത് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻ്റ്. ഇങ്ങനെ വരുന്ന പാറ്റേണുകൾ, നമ്പർ പാറ്റേണുകൾ അല്ലെങ്കിൽ സീക്വൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ പി എന്ന് വിളിക്കുന്നത്. ഇനി എ പി അല്ലാത്ത നമ്പേഴ്സ്, എ പി അല്ലാത്ത നമ്പർ പാറ്റേൺസുകളുണ്ട്. അതിൽ ഒരെണ്ണം പറയാൻ പറ്റുന്നത് ജി പി, ജിയോമെട്രിക് പ്രോഗ്രഷൻ. അതെന്ന് പറയുന്നത് 2, 4, 8, 16, 32, 64 ആൻഡ് സോ ഓൺ ആൻഡ് സോ ഓൺ ആൻഡ് സോ ഓൺ. ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷനാണ്. കാരണം ഇവിടെ എന്താ നടക്കുന്നത്? 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32, 32 into 2 64. സോ ഇവിടെ ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നമ്പർ, ഇവിടുത്തെ കോൺസ്റ്റന്റ് നമ്പർ എന്താണ്? 2 ആണ്. ദ കോൺസ്റ്റന്റ് നമ്പർ ഇസ് 2. ആ 2 വെച്ചിട്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മോളിത്തെ എക്സാമ്പിളിൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ടേം വെച്ചിട്ട് ആഡ് ചെയ്യാണ്, ആഡ്. അപ്പം ആഡിങ് വരുന്നിടത്ത്, ആഡിങ് ഓർ ആഡിങ് നെഗറ്റീവ് നമ്പർ, അതായത് സബ്ട്രാക്ട് ചെയ്യാം. ആഡിങ് ചെയ്യുന്നിടത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, so it is a sequence of numbers where the difference between any two consecutive terms is always a constant. Okay, ഇനി അടുത്തത് കുറച്ച് terms relating to this arithmetic progression. Let's take the simple example 2, 4, 6, 8. Okay, ഇത്രയും. ദിസ് ഇസ് എ ഫൈനൈറ്റ് എ പി. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഇത് ഫൈനൈറ്റ്. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുകയാണ്. ദിസ് ഇസ് ഇൻഫിനിറ്റ്. ഇനി ഇവിടെ ഞാൻ ഒരു 32 എന്നിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ ഫൈനൈറ്റ്. കാരണം ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. 32 ഇസ് ദ ലാസ്റ്റ് ടേം. അങ്ങനെ ലാസ്റ്റ് ടേം നമുക്ക് അറിയുമെങ്കിൽ ഇറ്റ് ഇസ് ഫൈനൈറ്റ്. നമുക്കറിയില്ല, ഇറ്റ് ഗോസ് ഓൺ ഫോർ ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് infinite, right? Infinite APs and finite APs. Now let's take this finite AP ആദ്യം എടുക്കാം. ഓക്കെ, ഇതിൽ this is known as the first term. ഒരു ടേമിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ടി സഫിക്സ് 1 താഴെ എഴുതുന്നതാണ് ദ നമ്പർ ഓഫ് ടേം, എത്രാമത്തെ നമ്പറാണ്. അപ്പോൾ ഇവിടെ n, നമ്പർ ഓഫ് ടേം ഇസ് ഡിനോട്ടഡ് ബൈ number of term is denoted by n. n stands for number of term. അപ്പോൾ ഇവിടെ n equal to 1. ഇവിടെ n equal to 1 അല്ലേ? ഫസ്റ്റ് ടേം അല്ലേ 2? അതെ. ഇനി ഇത് ഏതാണ്? 4. ഇറ്റ് ഈസ് എ സെക്കൻഡ് ടേം. അപ്പോൾ n equal to 2. ഇവിടെ n equal to 3. ഇവിടെ n equal to 4. റൈറ്റ്? നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ടേം ഡിനോട്ട് ചെയ്യുന്നത് ടി, ക്യാപിറ്റൽ ലെറ്റർ ടി. ഓക്കെ, അത് താഴെ നമുക്ക് n എന്നിടാം, സഫിക്സ് n. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ദിസ് ഇസ് T1, ദിസ് ഇസ് ടേം 2, ടേം 3, ടേം 4. ഇനി ടി അല്ലാണ്ട് ഒരു മാർഗം കൂടിയുണ്ട്, ദാറ്റ് ഇസ് എ. എ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനെ നമുക്ക് വെറും എ എന്നിട്ടാൽ ഇറ്റ് മീൻസ് ഫസ്റ്റ് ടേം. വെറുതെ എ എന്നിട്ടാൽ ഇറ്റ് മീൻസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി എ പി. ഓക്കെ, ഇനി എൻ്റെ താഴെ നമ്മൾ 2 എന്നിടുകയാണ്. എ സഫിക്സ് 2 എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം ഓഫ് ദി എ പി. എ സഫിക്സ് 3
തേർഡ് ടേം ഓഫ് ദി എ പി. അപ്പൊ ടീന് പകരം എ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി വെറുതെ എ ഇടുകയാണെങ്കിൽ ഇറ്റ് ഓൾവേസ് മീൻസ് ഫസ്റ്റ് ടേം ഓഫ് ദി എ പി. സോ എ സഫിക്സ് എൻ ഇസ് ദി nth ടേം ഓഫ് എ പി. നമുക്കറിയാത്തൊരു നമ്പറാണ് എൻ, അൺനോൺ നമ്പർ. അപ്പോൾ nth ടേം ഓഫ് എൻ എ പി എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? എ സഫിക്സ് എൻ, എ താഴെ എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് nth ടേം ഓഫ് എ പി. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, nth ടേം ഓഫ് എ പി ഇവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതായിരിക്കാം എന്ന് നമുക്കറിയില്ല. ക്യാൻ ബി എനിവെയർ. അപ്പോൾ അത് ഓക്കെ. ഇനി അടുത്തത് രണ്ട് ടേംസ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ലൈക്ക് 2 plus 2 is 4, 4 plus 2 is 6, 6 plus 2 is 8. എവിടെ പോയാലും ഈ കോൺസ്റ്റന്റ് തന്നെയാണ്. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. എന്താ വിളിക്കുക? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വിത്ത് ദ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി, കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരെന്താണ്? കോമൺ ഡിഫറൻസ്. അപ്പൊ ഈ കേസിൽ, ഈ എ പിയിൽ കോമൺ ഡിഫറൻസ് ഏതാണ്? 2 ആണല്ലോ നമ്മൾ ഓരോ ടേമിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അതിന് നമുക്ക് ഏതെങ്കിലും ഒരു ടേം എടുക്കുക. ലെറ്റ്സ് സേ ഞാൻ 8 എടുത്തു. 8 ഏത് ടേമാണ്? 1, 2, 3, നാലാമത്തെ ടേമാണ്. അപ്പൊ A4 ആണ് 8 എന്ന് പറയുന്നത്. അത് മൈനസ് അതിന് തൊട്ട് മുമ്പത്തെ ടേം, അതായത് A4 മൈനസ് A സഫിക്സ് 3 ഈക്വൽ ടു 8 മൈനസ് 6 ഈക്വൽ ടു 2. ഈ 2 ആണ് എന്ത്? കോമൺ ഡിഫറൻസ് ഓർ ഡി. മനസ്സിലായോ? ഇനി ഇത് തന്നെ നമുക്ക് A2 മൈനസ് അതിന് തൊട്ടടിയത്തെ സാധനം ഏതാ? A1 ഈക്വൽ ടു 4 മൈനസ് 2 എത്രയാണ്? 2. അതും ഡി ആണ്. അപ്പൊ നമ്മൾ ഈ എ പിയുടെ അകത്തുള്ള ഏത് കൺസിക്യൂട്ടീവ് ടേം എടുത്താലും ടേം മൈനസ് പിന്നീത്തെ ടേം, അതാണ് നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു ടേം എടുക്കുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടേം ആണോ, നമുക്ക് അറിയുന്ന ഏതെങ്കിലും ടേം എടുക്കുക, അതിന് തൊട്ട് പുറകത്തെ ടേം മൈനസ് ചെയ്താൽ we'll get common difference. Difference of the consecutive terms or difference of the term and the preceding term or the previous term is known as the common difference. Okay. ഇനി when the common difference is positive, അതായത് ഇപ്പം ഈ കേസിൽ കോമൺ ഡിഫറൻസ് എന്താ കിട്ടിയത്? ഈ കേസിൽ കോമൺ ഡിഫറൻസ് 2 ആണ് കിട്ടിയത്, അല്ലെ? പോസിറ്റീവ് 2 ആണ് കിട്ടിയത്. സോ ദിസ് കോമൺ ഡിഫറൻസ് ഇസ് പോസിറ്റീവ്. വെൻ ദ കോമൺ ഡിഫറൻസ് ഇസ് പോസിറ്റീവ്, ദെൻ ദിസ് ഇസ് an increasing AP or ascending രീതിയിൽ പോകുന്ന AP ആണ്, ഇൻക്രീസിങ് AP. അപ്പം ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം 2, 4, 6, 8. 2വിനേക്കാളും വലുതാണ് 4, 4നേക്കാളും വലുതാണ് 6, 6നേക്കാളും വലുതാണ് 8. ഇൻക്രീസിങ്. അപ്പൊ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആകുമ്പോഴാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ എന്താവും? ഡിക്രീസിങ്. ഓക്കെ, 4, 2, 0, -2. ഇവരുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 2 ആദ്യത്തെ ഏതെങ്കിലും ഒരു ടേം എടുക്കുക. സോ ഐ എം ടേക്കിംഗ് A2 മൈനസ് അതിന് തൊട്ട് മുമ്പത്തെ ടേം A1, അതായത് A2 എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് തൊട്ട് മുമ്പത്തെ ടേം ഏതാ? 4. 2 മൈനസ് 4 ഇസ് ഈക്വൽ ടു -2 ഈക്വൽ ടു ദ ഡി. ഡി എന്താണ്? -2. അപ്പൊ ഇവിടത്തെ ഡി ഇറ്റ് ഇസ് നെഗറ്റീവ്. അതെന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് ഡി എങ്കിൽ, കോമൺ ഡിഫറൻസ് ഡി നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് എ പി. കണ്ടോ? 4 is greater than 2, 2 is greater than 0, 0 is greater than -2. It is a decreasing AP. Okay, so അതാണ് increasing AP, decreasing AP.
NCERT text exercise the fourth question. Exercise on exercise 5.1 fourth question on the which of the following APs which of the following are APs? AP. Find the common difference D and write 3 more terms. First question 2, 4, 8, 16, so on and so on. 8, 16, so on and so on. ഇത് എ പി ആണെന്ന് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ആദ്യം നമുക്ക് ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നോക്കാം. A2 മൈനസ് A1 ഈക്വൽ ടു 4 മൈനസ് 2 ഈക്വൽ ടു 2. ഓക്കെ, 2 കിട്ടി. ഇനി നമുക്ക് വേറെ രണ്ട് ടേംസ് എടുക്കാം. 16ഉം 8ഉം എടുക്കാം. A4 മൈനസ് A3 ഈക്വൽ ടു 16 മൈനസ് 8. അതെത്രയാണ്? 8. അപ്പൊ പ്രശ്നം പിടികിട്ടിയ എന്താ പ്രശ്നം? ഒരു കോൺസ്റ്റന്റ് കിട്ടുന്നില്ല. നമ്മൾ എ പി എടുക്കുമ്പോൾ എന്താണ്? 1, 2, 3, 4. ഇതൊരു എ പി ആണ്. കാരണം എന്താ? 4 മൈനസ് 3 എത്രയാ? 1. 2 മൈനസ് 1 1. 3 മൈനസ് 2 1. എല്ലായിടത്തും കോമൺ ആണ്, കോൺസ്റ്റന്റ് ആണ്. അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റന്റ് ആയിരിക്കണം. ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട്. ഇവിടെ നമുക്ക് യൂണിഫോം ആണോ കിട്ടുന്നത്? ഒരെണ്ണം ചെയ്തപ്പോൾ ആദ്യത്തെ രണ്ട് സെറ്റ് എടുത്തപ്പോൾ ആദ്യത്തെ രണ്ട് കൺസിക്യൂട്ടീവ് ടേംസ് എടുത്തപ്പോൾ 4 മൈനസ് 2 2 കിട്ടി. പിന്നെ വേറെ രണ്ട് കൺസിക്യൂട്ടീവ് ടേംസ് 16ഉം 18ഉം എടുത്ത് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 8 കിട്ടി. സോ the differences of the consecutive terms are not common, therefore, or a constant, therefore this is not an AP. ഇത് AP അല്ല. ഇതെന്താണ്? This is a GP. 2 into 2 4 4 into 2 8 8 into 2 16. ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് എ GP, നോട്ട് AP. GP ആണ്, AP അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 5/2 3 7/2. Okay, come 1 second. 2 5/2 3 7/2. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് വീണ്ടും ചെയ്യാം. A2 മൈനസ് A1 ഈക്വൽ ടു ഏതാണ്? 5/2 മൈനസ് 2. 5/2 മൈനസ് 2 എങ്ങനെ ചെയ്യും? 5/2 മൈനസ് 2/1. അപ്പോൾ ഇവിടെ നമ്മൾ 1 ആണ്. അപ്പോൾ അതിൻ്റെ LCM കണ്ടുപിടിക്കണം. എന്തിൻ്റെ? ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM എന്താണ്? 2ൻ്റെയും 1ൻ്റെ LCM ഇറ്റ് ഇസ് 2. അപ്പോൾ ഇവിടെ നമ്മൾ 2 ആക്കണമെങ്കിൽ ഇവിടെ ഇൻറ്റു 2 ചെയ്യണം. ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്താൽ നമ്മൾ ന്യൂമറേറ്ററും അതേ വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5/2 മൈനസ് 4/2 ഈക്വൽ ടു 5 മൈനസ് 4 1 ബൈ ഡിനോമിനേറ്റർ നമ്മൾ മൈനസ് ചെയ്യില്ല, അങ്ങനെ തന്നെയാണ് ഇടുക. 1/2 ഹാഫ്. ഓക്കെ, സോ ഫസ്റ്റ് A2 മൈനസ് A1 is ഹാഫ് കിട്ടി. ഒരു ഡിഫറൻസ് കിട്ടി. ഒരു കൺസിക്യൂട്ടീവ് ടേം, ഒരു സെറ്റ് ഓഫ് കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ഹാഫ് കിട്ടി. ഇനി അടുത്ത സെറ്റ് എടുക്കാം. സോ ദിസ് ഇസ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ 3ഉം 5/2 കൊടുക്കാം, അല്ലെങ്കിൽ 7/2 3 കൊടുക്കാം. ലെറ്റ്സ് ടേക്ക് 3 and 5/2. A3 മൈനസ് A2 രണ്ടും കോൺസിക്യൂട്ടീവ് അല്ലേ? A3 മൈനസ് A2 ഈക്വൽ ടു 3 മൈനസ് 5/2. അഗെയിൻ 3/1 മൈനസ് 5/2. നമുക്ക് LCM എടുത്തിട്ട് 3 into 2 6 മൈനസ് 5/2 ഈക്വൽ ടു 1/2. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ഫസ്റ്റ് കേസിലത്തെയും കോമൺ ഡിഫറൻസ് ഓർ ഫസ്റ്റ് കേസിലത്തെ ഡിഫറൻസും ഹാഫാണ്, സെക്കൻഡ് കേസിലത്തെ ഡിഫറൻസ് ഹാഫാണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ലെറ്റ്സ് ടേക്ക് അനദർ. വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ നിർത്താം, പക്ഷെ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ലെറ്റ്സ് ടേക്ക് അനദർ സെറ്റ്. അടുത്ത സെറ്റ് എന്താണ്? A4 മൈനസ് A3. Third set of consecutive terms. A4 minus A3
equal to 7/2 minus 3. 7/2 minus 3 equal to 7 minus 6/2 equal to half. 1/2. അപ്പോൾ ഇവിടെയും സെയിം ആണ് കിട്ടുന്നത്. 3 കേസിലും വി ആർ ഗെറ്റിംഗ് ഹാഫ് അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. The differences are constant. Therefore, it is an AP. ഇതൊരു AP ആണ്. This is an AP. അപ്പോൾ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് D. D എന്താണ് അപ്പോൾ? What is D? D ഇതിന് ഏതെങ്കിലും ഒരു കോൺസിക്യൂട്ടീവ് ടേം തമ്മിലുള്ള ഡിഫറൻസ്. സോ D is equal to A2/A1 എടുക്കാം. A2 minus A1 equal to എത്രയാണ് കിട്ടിയത്? നമുക്ക് നേരത്തെ കിട്ടിയതാണ് ഹാഫ്. സോ D equal to ഹാഫ്. Therefore D equal to ഹാഫ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നെക്സ്റ്റ് 3 ടേംസ്. ഇപ്പം നമുക്ക് 3 ടേംസ് ആണ് അവർ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് 3 ടേംസ്? 2 π/2 3 7/2. ഫൈൻഡ് നെക്സ്റ്റ് 3 ടേംസ്. അതായത് ഇപ്പം നമുക്ക് A4 വരെയാണ്. A1 A2 A3 A4 വരെ. ഇനി A5 A6 A7 കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, A5 A6 A7. ഇതിന് വേറെ മെത്തേഡ് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ പഠിച്ച ബേസിസിലുള്ള മെത്തേഡ് നോക്കാം. ഇതുവരെ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ള മെത്തേഡ് നോക്കാം. ദാറ്റ് ഈസ് we know that D equal to half. ഓക്കെ, A4 എത്രയാണ്? 7/2. അപ്പോൾ A5 എത്രയായിരിക്കും? ഈ A4ന്റെ കോൺസിക്യൂട്ടീവ് ടേം ആണ് A5 അല്ലേ? A1 A2 A3 A4 A5 അല്ലേ? അപ്പോൾ A4 കഴിഞ്ഞിട്ട് വരുന്നതാണ് A5, കോൺസിക്യൂട്ടീവ് ടേം ആണ്. അപ്പോൾ A1 പ്ലസ് D ഈക്വൽ ടു A2, A2 പ്ലസ് D ഈക്വൽ ടു A3, A3 പ്ലസ് D ഈക്വൽ ടു A4, A4 പ്ലസ് D ഈക്വൽ ടു A5. അപ്പോൾ A4 പ്ലസ് A5 ഈക്വൽ ടു A4 പ്ലസ് D. A4 എത്രയാ? 7/2 പ്ലസ് D എത്രയാ? ഹാഫ്. We'll get 8/2 equal to 4. Okay, A5 it is 4. Now അടുത്തത്, so we got A4. A5. Now we can find A6 എത്രയാണ്? A6 equal to A6ന്റെ തൊട്ടപ്പുറത്ത് ഏതാ? A5 പ്ലസ് ദ കോമൺ ഡിഫറൻസ് ആയിരിക്കുമല്ലോ A6. സോ 8/2 or 4 പ്ലസ് ഹാഫ് ഈക്വൽ ടു A6 ഈക്വൽ ടു 9/2. അപ്പം ഇങ്ങനെ ഏതെങ്കിലും 3 ടേംസ് കണ്ടുപിടിക്കാം. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് skip this. You can do 3, 4 and all at home. Now I will show you this one. Fifth one, 3 plus root 2, that question. So 3 plus root 2, 3 plus root 2, 3 plus 2 root 2, 3 plus 3 root 2. ഇത് 3 നല്ല question ആണ്. So first let's take A2 minus A1 equal to 3 plus root 2 minus 3. എത്ര കിട്ടണേ? root 2 അല്ലേ? യെസ്. ഇനി സെക്കൻഡ് കേസ്, ദിസ് ഇസ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് ഇത്തിരി നോക്കിക്കോളൂ. A3 മൈനസ് A1 എടുക്കാം. A3 മൈനസ് A2, സോറി, കൺസിക്യൂട്ടീവ് ടേംസ് ആണ്. A3 മൈനസ് A2, ദാറ്റ് ഇസ് ദിസ് മൈനസ് ദിസ്. അതായത് 3 പ്ലസ് 2 റൂട്ട് 2 മൈനസ് ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത്. മൈനസ് 3 പ്ലസ് റൂട്ട് 2 എന്ന് എഴുതിയ തെറ്റാണ്. ഇത് തെറ്റാണ്. ഹോൾ എടുക്കണം. ഇതൊറ്റൊരു ടേം അല്ലേ? ഇതൊറ്റൊരു ടേമാണ്. ഈ ഒരു ടേമിൻ്റെ അകത്ത് തന്നെയാണ് ഈ പ്ലസ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം, അല്ലെങ്കിൽ സൈൻ മാറും. അപ്പോൾ ഒരു ടേമിൻ്റെ അകത്ത് ഒരു നമ്പർ വരികയാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ലൈക്ക് ആ നമ്പർ മാത്രമേ എഴുതാം. പക്ഷെ ഒരു ടേമിൻ്റെ അകത്ത് 2 നമ്പേഴ്സിൻ്റെ സമ്മോ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ബ്രാക്കറ്റിലിടണം, അല്ലെങ്കിൽ രണ്ടും വെവ്വേറെയാവും. ഇവിടെ ഇപ്പം നമ്മൾ ഈ ബ്രാക്കറ്റ് ഇട്ടിരുന്നില്ല എങ്കിൽ
ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടില്ല എങ്കിൽ ഈ നെഗറ്റീവ് 3 മാത്രമേ വരുള്ളൂ അല്ലേ, ഈ നെഗറ്റീവ് 3 മാത്രമാണ്, ഇത് പ്ലസ് റൂട്ട് 2 ആണ്. ബ്രാക്കറ്റ് ഇടുമ്പോൾ എന്ത് പറ്റും, അത് ഡിസ്ട്രിബ്യൂട്ട് ആവും. 3 പ്ലസ് 2 റൂട്ട് 2 മൈനസ് 3 മൈനസ് 3 മൈനസ് 2 റൂട്ട് മൈനസ് റൂട്ട് 2. കണ്ടോ, ഡിസ്ട്രിബ്യൂട്ട് ആയതുകൊണ്ട് അർത്ഥമേ മാറി. ആൻസേഴ്സ് രണ്ടും ഡിഫറെൻ്റ് ആവും. മറ്റേതിൽ 3 മാത്രമേ നെഗറ്റീവ് ഉള്ളൂ, ഇവിടെ രണ്ടിനും നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ 3യും 3യും 3 മൈനസ് 3 0 പ്ലസ് 2 റൂട്ട് 2 മൈനസ് റൂട്ട് 2 റൂട്ട് 2. അപ്പോൾ അവിടെയും നമുക്ക് റൂട്ട് 2 ആണ് കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കി, റൂട്ട് 2 ആ കിട്ടുക. എന്തായാലും അതാണ് കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് 3 ടേംസ് കണ്ടുപിടിക്കുക. ഓക്കെ.